ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കാണ് മെട്രിക്സ്. മെട്രിക്സ് അറിഞ്ഞാലേ നമുക്ക് ഡിറ്റർമിനൻസിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളവിടെ തെറ്റിൽ നിന്നാണ് നമ്മൾ റിലേഷനും ഫംഗ്ഷനും ഒക്കെ പഠിച്ചത്. അതേപോലെ മെട്രിക്സിന്റെ ബേസ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഡിറ്റർമിനൻസിലോട്ട് പോകാൻ പറ്റുക. ഓക്കെ, സോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എഴുതുന്നത്, ഞാൻ അവിടെ പറഞ്ഞ പോലെ തെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് തന്നെയാണ്. ക്യാപിറ്റൽ A, B, P, Q അങ്ങനെ എന്ത് ലെറ്റർ ഉപയോഗിച്ച് വേണോ നമുക്ക് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാം. അങ്ങനെ എഴുതുന്നത് മറ്റേത് നമ്മൾ കേർലി ബ്രാക്കറ്റ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഞാൻ A എന്ന് പറഞ്ഞ് ഉപയോഗിച്ചു. അതിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതുന്നത് ഈ ഒരു ബ്രാക്കറ്റ് ആണ്. ഞാൻ സെറ്റില് പറഞ്ഞു കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ അകത്ത് എഴുതുന്നത് A, B, C, D ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ പറഞ്ഞു കേർലി ബ്രാക്കറ്റ് അകത്ത് എഴുതുന്നതിനെ നമ്മൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയും. അതേപോലെ ഇവിടുത്തെയും അതിനെ നമ്മൾ എന്താ പറയാ, എലമെന്റ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. A is an element, B is an element, C and D both are elements തന്നെയാണ് മെട്രിക്സിന്. ഇനി ഈ A എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം A, B എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയിരിക്കുന്ന എലമെന്റ്സ് ആണ് അല്ലെ. എയും ബിയും സിയും ഡിയും അതേപോലെ ഞാൻ ആരോ ഇട്ടെങ്കിലും മനസ്സിലാക്കാമല്ലോ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റോ എന്ന് പറയാ. ഇനി എയും സിയും ബിയും ഡിയും ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അതിന്റെ കോളം എന്ന് പറയുന്നത്. കോളം ഒരു മെട്രിക്സിന് പ്രധാനമായിട്ടും വേണ്ട 2 കാര്യങ്ങളാണ്, റോയും കോളവും. ഇനി ത്രൂ ഔട്ട് നിങ്ങൾ മെട്രിക്സ് ചാപ്റ്ററിലും ഡിറ്റർമിനൻസ് ചാപ്റ്ററിലും കേൾക്കുന്ന 2 ടെർമിനോളജീസ് ആണ് റോ, കോളം. ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ എഴുതുന്നതിനെ നമ്മൾ റോ എന്ന് പറയും. വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്ന എലമെന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ അതിന്റെ കോളം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര റോസ് ഉണ്ട്, R1, R2. ഞാൻ റോ എന്ന് പറയുന്നത് എത്ര റോസ് ഉണ്ട്, 2 റോസും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോ 2 കോളവും 2 റോസും ഉള്ള, അപ്പൊ ഇതിന്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അതാണ് ഇതിന്റെ ഓർഡർ. പക്ഷെ എഴുതുന്നതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്നില്ലേ M × N എന്ന്, പക്ഷെ നിങ്ങളിത് വായിക്കേണ്ടത് M/N ഇങ്ങനെയാണ് വായിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഇതിന് എന്താണ് അർത്ഥം, M നമ്പർ ഓഫ് റോസും അതേപോലെ N നമ്പർ ഓഫ് കോളംസും ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്പർ ഓഫ് റോസ് തന്നെ ആദ്യം വരണം, അതിനുശേഷം നമ്പർ ഓഫ് കോളംസ് എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവോ, ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ABCD എന്ന് പറയുന്നതിന്റെ ഓർഡർ എത്രയാണെന്നുള്ളത്? ഇത് എന്ത് മെട്രിക്സാ? ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാ? ഞാനിപ്പോ എഴുതിയിരിക്കുന്ന എക്സാമ്പിളില് ഇത് 2/2 മെട്രിക്സ് ആണ് അല്ലെ. 2 റോസും 2 കോളംസും ഉള്ള ഈ ഒരു മെട്രിക്സ്. സോ ഓർഡർ ഓഫ് മെട്രിക്സ് A എന്ന് പറയുന്നത് എന്താണ്? 2/2 മെട്രിക്സ് ആണ്. അപ്പൊ M/N അതിനാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. കാരണം ഈ M × N എന്നല്ല അത് വായിക്കുന്നത്, എഴുതുന്നത് തന്നെയാണെങ്കിൽ നമ്മൾ വായിക്കുന്നത് M/N. അപ്പോ ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിളില് 2 റോസും 2 കോളവും ഉള്ള മെട്രിക്സ് ആണ്. അതിനെയാണ് നമ്മൾ 2/2 മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്, അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. M റോസും N കോളവും ഉള്ള ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ M/N ആണ്. അപ്പൊ ഓപ്ഷനിൽ തിരിച്ച് N/M ഒക്കെ കാണും. അപ്പൊ ശ്രദ്ധിച്ചോണം, ആദ്യം എപ്പോഴും റോസേ വരും, അതാണ് അതിന്റെ റൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ B എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുകയാണ്. ആ മെട്രിക്സിനകത്ത് ആര് വേണോ വരാം കേട്ടോ, പോസിറ്റീവ് വരാം, റിയൽ നമ്പേഴ്സ് വരാം, റാഷണൽ വരാം, കോംപ്ലക്സ് വരാം, ഫംഗ്ഷൻ നമ്മുടെ sin x നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ പഠിക്കും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, sin x, cos x, e⁻x അങ്ങനെയുള്ള എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ വേണോ നമുക്ക് മെട്രിക്സിനകത്ത് എഴുതാം. അതേപോലെ ഏത് ഫംഗ്ഷൻ വേണോ നമുക്ക് ഡിറ്റർമിനന്റ് അകത്ത് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു B എന്ന് പറയുന്നതിന്റെ ഓർഡർ എത്രയാ? 3/3. 3/3 ആണ്.
3/2. 3/2 ആണോ? 2/3. ആ, ഇത് 2/3 ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾ റോസ് വേണം കൗണ്ട് ചെയ്യാൻ. എത്ര റോസ് ഉണ്ട് ഇവിടെ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് റോസ്. 2 റോസ് ആണുള്ളത്. സോ ആദ്യം 2 എഴുതണം. ഇപ്പൊ തന്നെ പല ആൻസർ വന്നില്ലേ? ഈ പറയുന്ന ആൻസർ എല്ലാ ഓപ്ഷനിലും കാണും. 3/2 എന്ന് പറഞ്ഞു, കുറെ ആൻസേഴ്സ് ഞാൻ ഇവിടെ കേട്ടു. സോ ആദ്യം റോസ് എത്ര എഴുതണം? ദാറ്റ് ഈസ് 2 റോ ഉണ്ട്. ഇനി എത്ര കോളം ഉണ്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെയാണ് കോളം. അപ്പോ 1, 2, 3. സോ ആ 3 പിന്നീടാണ് എഴുതേണ്ടത്. സോ ഇറ്റ് ഇസ് എ 2/3 മെട്രിക്സ്. നമ്മൾ എപ്പോഴും ഒരു മെട്രിക്സിന്റെ ഓർഡർ ഇങ്ങനെയാണ് എഴുതുന്നത്. 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ താഴെ സഫിക്സ് ആയിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. 2/3 എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇതിന്റെ ഓർഡർ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 2/3. ഞാൻ പി എടുക്കുകയാണ്. ഇതാണെന്ന് വിചാരിക്കും ഒരു മെട്രിക്സ്. ഇതിന്റെ ഓർഡർ എത്രയാ? എത്ര റോ ഉണ്ട്? 1/1 മെട്രിക്സ് ആണ്. ഒരു റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ്. ഇറ്റ് ഇസ് എ 1/1 മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു മെട്രിക്സ്. അപ്പൊ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതിനകത്തുള്ള എലമെന്റ്സ് അത് ഏത് ഫംഗ്ഷൻ വേണോ വരാം. നമുക്ക് ആൽഫബറ്റ്സ് വരാം, നമ്പേഴ്സ് വരാം, ഫംഗ്ഷൻസ് വരാം, എന്ത് വേണോ നമുക്ക് അതിനകത്ത് എഴുതാം. അതാണ് ഞാൻ P⁻X ഒക്കെ അവസാന എക്സാമ്പിൾ എഴുതിയത്. പിന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ളതാണ് ആ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്. ഓർഡർ എന്ന് വെച്ചാൽ ആദ്യം നമ്പർ ഓഫ് റോസ് തന്നെ വേണം, പിന്നെയാണ് നമ്പർ ഓഫ് കോളംസ്. ഇത്രയാണ് ഇതിന്റെ ബേസിക്. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു അതിനകത്ത് എഴുതുന്ന ഓരോരുത്തരെയാണ് നമ്മൾ അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഓരോ എലമെന്റ്സിനും പൊസിഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ ഇവിടെ എടുത്തത്. സോ ഈ സ്മോൾ ലെറ്റർ എ മീൻസ് എ എന്ന് പറയുന്ന ഈ മെട്രിക്സിന്റെ അകത്ത് എഴുതിയേക്കുന്ന ഒരു എലമെന്റ് ആണ് എയും ബിയും സിയും ഡിയും. ഈ എ എന്നതിന്റെ പൊസിഷൻ എന്താണെന്നറിയാവോ? എന്ന് പറയുന്നത് A11 എന്ന് വെച്ചാൽ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ എലമെന്റ് ആണ് എ. അങ്ങനെയാണെങ്കിൽ ബിയുടെ പൊസിഷൻ എന്ന് പറയൂ. A12. സി എന്ന് പറയുന്നത് A21. ഡി എന്ന് പറയുന്നത് A22. അപ്പൊ പൊസിഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ് അങ്ങനെ കുറെ ടേംസ് ഇനി നിങ്ങൾ കേൾക്കും. അതെല്ലാം ഈ പൊസിഷൻ അറിഞ്ഞു വെച്ചിരുന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോ ഇവിടുത്തെ ഈ 1 ബി എന്ന് പറയുന്ന മെട്രിക്സിലെ 1 എന്ന് പറയുന്നത് ഇത് B11 എന്ന് വെച്ചാൽ ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും ആണ് ഇതിന്റെ പൊസിഷൻ. അങ്ങനെ ഇരിക്കുന്ന എലമെന്റ് ആണ് 1. 2 എന്ന് പറയുന്നത് B12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ് ആണ്. ഇത് B13 ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ എലമെന്റ് ആണ്. അതാണ് അതിന്റെ പൊസിഷൻ. സിയുടെ പൊസിഷൻ ആണ് പറയുന്നത്. ആൻഡ് സീറോയുടെ പൊസിഷൻ എന്ന് പറയുന്നത് B21, ഇത് B22, ഇത് B23. ഞാൻ ബി എന്ന് എഴുതാൻ കാരണം എന്താ? നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ബി ആയതുകൊണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ബിയും എ ഒന്നും എഴുതാൻ നിൽക്കല്ലേ, ഇതെല്ലാം മൈൻഡ് കാൽക്കുലേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ നമ്മുടെ മൈൻഡിൽ വരണം. ഇത്രയാണ് ഓർഡർ ആൻഡ് പൊസിഷൻ ഓഫ് എ മെട്രിക്സ്.